CPM അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്ക് മാത്രം അവർ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആക്ഷേപം, കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. NRC ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വേറൊരു കാര്യം ഇപ്പൊ പറയുന്നത് എന്താണ്? കോൺഗ്രസ് ജയിക്കുന്നത് അല്ലെങ്കിൽ UDF ജയിക്കുന്നത് ചില പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ കൊണ്ടാണ്. അതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രി പറഞ്ഞു, കേരളം എന്ന് പറഞ്ഞാൽ മിനി പാകിസ്ഥാനാണ്. ഈ മിനി പാകിസ്ഥാനാണെന്ന് മഹാരാഷ്ട്ര മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാന ശരീരത്തിന്റെ 1-ാം നമ്പർ ക്രെഡിറ്റ് ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല. അത് സാക്ഷാൽ വിജയരാഘവൻ എന്ന് പറയുന്ന പോളിംഗ് ബ്യൂറോ മെമ്പർക്ക് അവകാശപ്പെട്ടതാണ്. അയാൾക്കാണ് എന്റെ ക്രെഡിറ്റ്. CPM-ന്റെ രാഷ്ട്രീയ ലൈൻ അവർ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. അവരാലോചിച്ചപ്പോ പഞ്ചായത്ത് ഇലക്ഷനിൽ, പാർലമെന്റ് ഇലക്ഷനിൽ ഹിന്ദു വോട്ട് മാറി. അത് പിടിക്കണമെങ്കിൽ എന്താ? ഹിന്ദു വോട്ട് മാറിയാൽ അത് പിടിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളെ തീറ്റ പറയണമെന്നാണോ? അതാണ് CPM കണ്ടുപിടിക്കുന്ന പ്രത്യയശാസ്ത്രം. അപ്പൊ ഇപ്പം ന്യൂനപക്ഷങ്ങളെ കുറ്റം പറഞ്ഞ് ആ ഹിന്ദു വോട്ടെങ്കിലും പിടിച്ചുകൊണ്ടുവരാൻ പറ്റും. ഒരു പാർട്ടിക്ക് ഒരു സ്ഥിരം ധൈര്യത്താകില്ലേ? അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സെക്യുലർ പാർട്ടിയാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചും വ്യക്തമാണ്. ആരെന്ത് പറഞ്ഞാലും ആരെവിടെ വെച്ച് പറഞ്ഞാലും കോൺഗ്രസ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്ന് എല്ലാ കാലത്തും പാർട്ടിയാണ് കോൺഗ്രസ്. അത് ഇലക്ഷൻ വരുമ്പോൾ ഒരു നയം, മറ്റൊരു ഇലക്ഷൻ വരുമ്പോൾ വേറെ നയം, ഒരു ഇലക്ഷൻ വരുമ്പോൾ വേറെ സമീപനം, വേറെ ഇലക്ഷൻ വരുമ്പോൾ വേറെ സമീപനം. അത് കോൺഗ്രസിന് ഇല്ല. നിങ്ങളിപ്പോ കാണിക്കുന്നത് അവസരവാദത്തിന്റെ അങ്ങേയറ്റം. ഒരു ഇലക്ഷൻ ഒരു നയം, ആ നയം മാറ്റി പെട്ടെന്ന് 3 മാസം കൊണ്ട് മറ്റൊരു നയം. നിങ്ങൾ ഇഷ്ടം പോലെ നയം ഉണ്ടായിരിക്കോ, പക്ഷെ ജനം കഴുതകളല്ല എന്ന് മനസ്സിലാക്കാൻ CPM-കാരന് തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്കിവിടെ സൂചിപ്പിക്കുന്നത്. CPM അണികൾ നയിക്കാത്തതാണ്. പക്ഷെ ഇതിന്റെ ആവശ്യം എന്താണ്? ഇതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താണ്? അത് ഏറ്റവും വലിയ വർഗീയവാദികൾക്ക് വായ വിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റാൻ വളം വെച്ചു കൊടുക്കുകയാണ് CPM-ഉം മാർക്സിസ്റ്റുവാദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനായിട്ടുള്ള ജനവിരുദ്ധ വികാരം വ്യാപകമാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷീണ പരിശ്രമങ്ങളും വളരെ വ്യക്തമാണ്. ഇവയ്ക്കെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടം പാർട്ടി ഘടനകളിൽ ഉണ്ടാക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് പുസ്തകമായി മാറിയവരുടെ ജീവിതം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെ രൂക്ഷമാണ്. ഇന്നും നടപടിയേ ഇല്ല ഈ സർക്കാരിന്റെ കാലത്ത്. അതുപോലെ നിരവധിയായിട്ട് ഇഷ്യൂ കേന്ദ്രത്തിനുമുണ്ട്. കേന്ദ്ര സർക്കാരിനാണ് ഒറ്റ അജണ്ട മാത്രമേ ഇന്നും കണ്ടു. ഒടുവിൽ അഡാനിയെ വിചാരണ ചെയ്യാൻ വേണ്ടി അമേരിക്കൻ കോടതി തയ്യാറായിരിക്കുന്നു. ഇവിടെ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. കേരളവും കേന്ദ്രവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് ജനവിരുദ്ധ സമീപനങ്ങളുടെ കാര്യത്തിൽ.